ഇതിനെയൊക്കെ വെള്ളപൂശിക്കൊണ്ട് ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന സംവിധാനം, പ്രത്യേകിച്ച് CPM-ന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ CPM-ന്റെ ഭരണത്തിന് കീഴിലുള്ള മാനേജ്മെന്റ് ആയിട്ടുള്ള ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അത് അന്നേരം ചെയ്യാനുള്ള കാര്യങ്ങളാണ് നീക്കുന്നത്. ഒരു സ്കൂളിന്റെ തൊട്ട് നടുവിൽ കൂടെ അല്ലെങ്കിൽ ഇങ്ങനൊരു ലൈൻ പോകുന്നു, അതിന്റെ താഴെ വേറെ ഇതുണ്ടാക്കുന്നു, ഷെഡുണ്ടാക്കുന്നു, ക്ലാസ് മുറിയിൽ നിന്ന് യഥേഷ്ടം ലൈനിന്റെ വളരെ അടുത്ത് സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ ഏത് സംവിധാനത്തിന്റെ അംഗീകാരത്തോടു കൂടി നടത്തുന്നതാണ്? അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഇത് ഈ മൂടി വയ്ക്കാനുള്ള ശ്രമമല്ല വേണ്ടത്. മാതൃകാപരമായി ശിക്ഷിച്ച് വീണ്ടും ഒരു ആരോഗ്യ മേഖലയിൽ ഒരാൾ മരിച്ചിട്ട് 2 ആഴ്ചയായതേ ഉള്ളൂ, വീണ്ടും ഒരു കുഞ്ഞ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഇത് നമുക്ക് കേരളത്തിന് അഭിമാനിക്കാവുന്ന കാര്യമല്ല. വളരെ വ്യക്തമല്ലേ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് വരുത്തിവെച്ച അപകടമാണ്. ഇങ്ങനൊരു സ്കൂൾ, നമ്മുടെ കേരളം ഒന്നാമതാണ് എന്ന് പറയുന്നവർ തന്നെ ഇങ്ങനൊരു സാഹചര്യം, ഭൗതിക സാഹചര്യത്തിൽ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്ന എന്ത് തോന്നിവാസമാണ് ഇവിടെ നടക്കുന്നത്? ഇതവർ ഭരിക്കുന്നതുകൊണ്ട് എന്തു ആകാമെന്നുള്ളതിൻ്റെ ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലും കേട്ട് കഴിവുള്ള കാര്യമാണോ? ഈ നിങ്ങൾ ഞാൻ ഞെട്ടിപ്പോവുകയാണ്. ഈ ആസ്ബസ്റ്റോ ഷീറ്റിന്റെ തൊട്ട് മേളിൽ കൊണ്ട് ലൈൻ, ടിൻ ഷീറ്റിന്റെ തകര ഷീറ്റിന്റെ തൊട്ട് മേളിൽ ഒരു ലൈൻ കൊണ്ടുപോകുന്നെന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം ലാഘവത്തോടു കൂടിയാണ് അവർ കാണുന്നത്. ഈ PTA പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വാക്കാൽ KCB അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം ഒരു അവർക്ക് നിസ്സാരമായിട്ടാണ് അല്ലല്ല, ഇതിന്റെ പ്രഥമ ഉത്തരവാദിത്വം സ്കൂൾ മാനേജ്മെന്റാണ്. സ്കൂളിലേക്കാണ് കുഞ്ഞുങ്ങളെ രക്ഷിതാക്കൾ എത്തിക്കുന്നത്. അവരുടെ സുരക്ഷിതത്തിന്റെ ഉത്തരവാദിത്വം സ്കൂൾ മാനേജ്മെന്റിനാണ്. അവർ ഭരിക്കുന്ന കക്ഷിയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇലക്ട്രിസിറ്റി ബോർഡ് അങ്ങനെ നിലപാട് എടുത്തിട്ടില്ലെങ്കിൽ, നടപടി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എന്നേ അത് പരിഹരിക്കാനുള്ള അധികാരം അവരുടെ കയ്യിലുണ്ട്. ആ അധികാര ദുർവിനിയോഗമല്ലേ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ മാത്രം ഇപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യം എന്താണ്? ഇലക്ട്രിസിറ്റി ബോർഡിനെ വാക്കാൽ പറയുകയല്ല, ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഫിറ്റ്നസ് ഇല്ല. പക്ഷെ അതൊക്കെ എല്ലാ പ്രാവശ്യവും നടക്കില്ല. ഇപ്പോൾ ഈ എല്ലാ സംവിധാനങ്ങളുണ്ട്. ഈ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരുണ്ട്, ഫിറ്റ്നസ് പരിശോധനയുണ്ട്, സുരക്ഷാ സമിതിയുണ്ട്. ഇതൊക്കെ നടത്തേണ്ടതും അത് പരിശോധിച്ച് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതല്ലേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ഒരു സീരിയസ്നെസ് നഷ്ടപ്പെട്ടിട്ട്, അതാണ് പറഞ്ഞത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ സംവിധാനം തകർന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മന്ത്രിയും പറയാണ് സിസ്റ്റം ഫെയിലിയറാണ്. ഇതും പറയുന്ന സിസ്റ്റം ഫെയിലിയർ. സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യാനല്ലേ ഒരു ജനാധിപത്യ ഗവൺമെന്റ്, തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാകുന്നത്. 9 വർഷം കഴിഞ്ഞ് 10ാമത്തെ വർഷം പകുതിയാകുമ്പോഴത്തേക്കിന് സിസ്റ്റം ഫെയിലിയർ എന്ന് പറയുന്ന ഈ സംവിധാനങ്ങളൊക്കെ നോക്കുകുത്തികളായി ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം, ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടവും, കുഞ്ഞുങ്ങൾ പാവപ്പെട്ടവരാണ് ഇങ്ങോട്ട് വരുന്നത്, അവരുടെ ജീവന് വില കൽപ്പിക്കാത്ത നിലയിലേക്കുള്ള ഒരു സമീപനമല്ലേ. ഞാനിപ്പോഴും പറയുന്ന ആ സിസ്റ്റത്തിന്റെ ഉത്തരവാദി ആര് എന്ന് കണ്ടുകൊണ്ട് അവരുടെ നടപടിയെടുക്കുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ അതുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടായില്ല. ഇവിടെയും നടപടിയെടുക്കാതെ ഇത് വെള്ളപൂശിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇനിയും കൈകെട്ടി നിൽക്കാനൊക്കത്തില്ല. ഞങ്ങളെല്ലാം തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ട്. വി ശിവൻകുട്ടി എന്ന് പറഞ്ഞ് ഇത് സംബന്ധിച്ച് പ്രതികരിച്ചതാണ്. ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഈ രാഷ്ട്രീയമായി കണ്ട് കൊടിയും എടുത്തുകൊണ്ട് റോഡിൽ ഇറങ്ങുകയല്ല വേണ്ടതെന്നുള്ളതാണ് മന്ത്രിയുടെ ഒരു പ്രതികരണമായിട്ട് വന്നേക്കുന്നത്. ശിവൻകുട്ടി എനിക്ക് വ്യക്തിപരമായി വലിയ അടുപ്പമുള്ളതാണ്. പക്ഷെ പുള്ളി വന്ന വഴി മറക്കരുത്. പുള്ളി വന്ന വഴി വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് തുടങ്ങി യുവജന പ്രസ്ഥാനത്തേക്ക് കൂടെ വന്ന്, പിന്നെ എന്തിനാണ് വിദ്യാർത്ഥി സംഘടന യുവജന പ്രസ്ഥാനവും ഇതുപോലെ അനാസ്ഥ കണ്ടിട്ട് മിണ്ടായിരിക്കണം? ഇത് രാഷ്ട്രീയമല്ലല്ലോ. ഗവൺമെന്റ് ആക്ട് ചെയ്യ്. ഗവൺമെന്റ് ആ കുഞ്ഞിന്റെ മരണത്തിന്റെ ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ നടപടിയെടുക്ക്. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് ആത്മാർത്ഥത നമുക്ക് ബോധ്യപ്പെടും. ഇല്ലാത്തടത്തോളം കാലം വന്നപ്പോൾ തന്നെ ഇതെല്ലാവരും